ശ്രീ വിനു കിരിയത്ത്, സാധാരണ സിനിമാ രംഗത്തു നിന്നുള്ളവർ ഈ ഇരയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് അത്ര പരിചിതമായ കാര്യമല്ല. നിൽക്കുമെങ്കിലും പക്ഷേ എത്ര നാൾ എന്നുള്ള കാര്യം കൂടിയുണ്ട്. വേട്ടക്കാരനെയും കൂടി പിന്തുണയ്ക്കാറുള്ളതാണ്. പക്ഷേ ഇവിടെ വളരെ പെട്ടെന്ന് സിനിമാ രംഗത്തു നിന്നുള്ള പ്രതികരണം വന്നു. ഹണി റോസിന് എല്ലാ പിന്തുണയും നൽകുന്നുമുണ്ട്. അത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ആദ്യം ഞാൻ ഹണി റോസിന് ഒരു വലിയ കയ്യടി കൊടുക്കുന്നു. കാരണം ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കൊടുത്തതിന്. കാരണം ഇതൊരു ഹണി റോസിൻ്റെ മാത്രം പ്രശ്നമല്ല. സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും ആരെയും പറയാം, സ്ത്രീകളെയും പുരുഷനെയും. ഞാനും എല്ലാം ഇതുപോലെ ചർച്ചകൾക്കൊക്കെ വന്നിട്ട് വരുമ്പോഴുള്ള കമൻസ് നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ബോബിയുടെ ഹോബിയാണ് സ്ത്രീകളെ ദ്വയാർത്ഥത്തിൽ അവരുടെ പ്രസൻസിൽ വളരെ വൾഗറായിട്ട് സംസാരിക്കുക. അതിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത ഒരു കൊച്ചുകുട്ടിയുമായി ഖത്തറിൽ പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ പ്രസൻസിൽ പറയാണ്, നമ്മൾ 2 പേര് പോകുന്നു, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ 3 പേരായിരിക്കും. എവിടെ പോയി ഇവിടുത്തെ വനിതാ കമ്മീഷനൊക്കെ? ആ കുട്ടി ഒരു പക്ഷേ കൊച്ചുകുട്ടിയായിട്ട് റിയാക്ട് ചെയ്തില്ലായിരിക്കും. അപ്പോൾ ഇത്തരം ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്ന ബോബി പണം കൊണ്ട് സംസ്കാരം വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ 100% യോജിക്കുന്നു. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഇടുന്ന വസ്ത്രമല്ല ഞാനൊരു പൊതു സ്ഥലത്ത് പോകുമ്പോൾ ഇടുന്നത്. അതായിരിക്കില്ല ഞാൻ ഒരു ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടുന്നത്. ഒരു പക്ഷേ ജനങ്ങൾക്ക് തോന്നിയേക്കാം ഹണി റോസ് പർപ്പസ്ഫുള്ളി കുറച്ച് ഡ്രസ്സിൽ ഇത് കാണിക്കുന്നുണ്ടെന്ന്. ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് സ്ത്രീകളും എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും ബോബിക്ക് ഇത് ആവശ്യമാണ്. പക്ഷേ ഹണി റോസും നമ്മുടെ തിരുവനന്തപുരം ഭാഷ തമിഴും കൂടെ ചേർത്ത് കൊഞ്ചം ഓവർ അല്ലേ എന്ന് എന്നോട് പല സ്ത്രീകളും ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, കുന്തി ദേവി എന്ന് പറയുന്നത് വൈഷ്ണവർ ആരാധിക്കുന്ന ഒരു ദേവിയാണ്, നമ്മൾ ഉൾപ്പെടെ. നോക്കൂ, മഹാഭാരതത്തിലെ 3 പേരുടെ അമ്മയാണ്, അറിയാമല്ലോ, കർണൻ്റെയും ഭീമൻ്റെയും ഒക്കെ അമ്മയാണ്. അവർ കുന്തി ദേവിയായിട്ട് പറയുന്നത് ഇയാൾ എന്താ കുന്തി ദേവിയെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ദ്വയാർത്ഥം തന്നെയാണത്. നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ കൂവിൻ്റെ അവിടെ ഒരക്ഷരം മാറ്റാം, തിരിച്ച് ഇന്ത്യയുടെ അവിടെ വേറൊരക്ഷരം മാറ്റിയാലും 2 വാക്കുകൾ അവിടെ വരും. അത് തന്നെയാണ് അയാൾ ഉദ്ദേശിച്ചതും. എന്നെ പല ചാനലുകാർ ഈ ചർച്ചയ്ക്ക് 2 ദിവസം മുമ്പേ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ല. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചമ്മലായിരുന്നു ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ. ഇന്ന് ബോബിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത്. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപം സ്ത്രീക്കും പുരുഷനും. എനിക്ക് ഈ അടുത്ത കാലത്ത് വാട്സാപ്പിൽ എനിക്കൊരു വധഭീഷണിയും ഒരു പച്ചത്തെറിയും എൻ്റെ പാരൻസിനെ ചീത്ത വിളിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. ഞാൻ സൈബർ സെല്ലിലും പോലീസിലും കേസ് കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്താണ്, അയാൾ വിദേശത്തു നിന്ന് വരികയാണ്, അയാളുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കും, അയാൾക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞത്, എനിക്ക് വേണ്ടപ്പെട്ടവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, പിതൃശൂന്യർ പലതും പറയും, നീ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പെൻഡിങ്ങിൽ വെച്ചു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പക്ഷേ ഒരു സത്യം ഉണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. രാഹുൽ ഈശ്വറായാലും ശ്രീജിത്ത് പണിക്കരായാലും അവരവരുടെ മൊബൈൽ ഇന്ന് എടുത്തിട്ട് കമൻസ് നോക്കൂ, പകുതി പേരും പലതും ഡിലീറ്റ് ചെയ്തു തുടങ്ങി. അതിന് ഹണി റോസിന് വലിയൊരു കയ്യടി ഞാൻ കൊടുക്കുകയാണ്. നോക്കൂ, ഹണി റോസ് എന്ത് വസ്ത്രമിടണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഹണി റോസ് തന്നെയാണ്. പക്ഷേ ഹണി റോസിൻ്റെ വസ്ത്രധാരണത എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാനവിടെ പോയിരുന്നാൽ മതി. ഹണി റോസിനെ കാണാൻ വരുന്ന ജനസമൂഹത്തിൽ സ്ത്രീകൾ വളരെ കുറവാണ്. അവർ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ വരുന്നത് മുഴുവൻ നേരത്തെ ആരോ പറഞ്ഞ പോലെ ഞരമ്പ് രോഗികളാണ്. വിളിക്കുന്നതും ഒരു ഞരമ്പ് രോഗി എന്ന് പറയുന്ന ബോബി, അയാളൊരു ഞരമ്പ് രോഗിയാണ്, അയാളൊരു മാനസിക രോഗി തന്നെയാണ്. എവിടെ എന്ത് പറയണമെന്ന് അറിയില്ല. അയാൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാലോ. ആഭരണം എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ളതാണ്. ആ സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഇയാൾ എന്ത് സ്ഥാപനമാണ് നടത്തുന്നത്? അപ്പോൾ എനിക്ക് ബോബിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. മെഡോണയെ കൊണ്ടുവന്ന സമയത്തും അദ്ദേഹം ഡാൻസ് കളിച്ചപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ കമൻറ്റ് ചെയ്തു മോശമായിട്ട്. അന്ന് ഞാൻ പറഞ്ഞത് അയാളുടെ ഇഷ്ടം, അയാൾ എൻജോയ് ചെയ്യട്ടെ. പക്ഷേ ഇന്ന് ഞാൻ ബോബി എടുത്തുകൊണ്ട്, ബോബി ഇത് കേരളമാണ്, നമുക്കൊരു സംസ്കാരമുണ്ട്, ഇതല്ല പണമുള്ളവൻ എന്തുമാവാം, പണം കൊണ്ട് സംസ്കാരം വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് താങ്കൾ വീണ്ടും തെളിയിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ കയറി മാപ്പ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹണി റോസിനോടും എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. ഒരു സഭയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ഇടാം, എനിക്കിഷ്ടമുള്ള വേഷം ഇതൊന്നും അല്ല. പക്ഷെ അതിട്ടുകൊണ്ട് എനിക്ക് വെളിയിൽ പോകാൻ പറ്റും. അങ്ങനെ അവരുടെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അവർ ധരിക്കുന്ന വേഷങ്ങളാണല്ലോ ഈ പറയുന്നത്. ഞാൻ മോശം എന്നല്ല പറയുന്നത്. പക്ഷെ നോക്കൂ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ അല്ല, ഞാൻ പറയട്ടെ, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ നോക്കൂ, പലർക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ ഏറ്റവും അവസാനം ഹണി റോസിനോട് ഈ വസ്ത്രധാരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോന്നൊരു വോട്ടിംഗ് ഇട്ട് നോക്കൂ, അറിയാൻ പറ്റും. നോക്കൂ, നമ്മുടെ സംസ്കാരം നേരത്തെ മാലാപാർവതി പറഞ്ഞ കറക്റ്റാണ്. നാളെ കുട്ടികൾ ബർമുഡയൊക്കെ ഇട്ടുകൊണ്ട് വരും, ഇന്നല്ലല്ലോ. ഇന്ന് ഇവിടെ 80% സംസ്കാരത്തോടെ ജീവിക്കുന്നവർ തന്നെയാണ് സ്ത്രീകൾ. യോജിക്കുന്നുണ്ടോ?